അപ്പോൾ ഇൻ്റഗ്രൽസ് പാർട്ട് 12 എന്താണ് നമുക്കതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് എൻ്റെ ഹെൽത്ത് എന്താണ് ശരിയായി വരുന്നില്ലു, അതുകൊണ്ട് എനിക്കിപ്പോൾ ചെറിയ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ നിർവാഹമില്ലു. നമ്മളെന്ന് പറയേണ്ടത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പോൾ സ്കിപ്പ് ചെയ്തില്ല, കാരണം ത്രോട്ടിന് എനിക്ക് അധികം സ്ട്രെയിൻ കൊടുക്കാൻ പറ്റുന്നില്ല. ത്രോട്ടിന് വല്ലാത്തൊരു പിടുത്തം പറ്റില്ല. നമുക്ക് ഏതായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഏതായാലും നോക്കാം. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നുണ്ട്. ഇൻ്റഗ്രൽ x-3 ഡിവൈഡഡ് ബൈ x-1 ദ ഹോൾ ക്യൂബ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഡി എക്സ്. ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ഒരു കാര്യം ചെയ്യുക, ഈ പറയുന്ന ഇതിപ്പോൾ ഐ സിക്കൽ ഇൻ്റഗ്രൽ x-3 ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ എഴുതി. ഈ -3നെ എന്താണ് -1 -2 എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇതിപ്പോൾ എന്തായിരിക്കും, നമ്മൾ ചിലപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ മാറ്റി എഴുതുന്നുണ്ടാവുക. അപ്പോൾ ഈ -3നെ -1 -2 ചെയ്ത് കഴിഞ്ഞാൽ -3 തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനെ -3നെ മാറ്റിയിട്ട് ഇങ്ങനെ എഴുതി ഇ റൈസ് ടു എക്സ് ഡി എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സിന് ആദ്യം എഴുതി ഇൻറ്റു എന്താണ്, എന്നിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എവിടെയല്ല സ്പ്ലിറ്റ് ചെയ്ത് ഈ x-1 അതായത് ഇതിപ്പോൾ എന്തായി മാറി a - b, അതായത് ഈ x-1നെ a ആയിട്ടും -2നെ b ആയിട്ട് കൺസിഡർ ചെയ്താൽ പിന്നെന്താ a - b ഡിവൈഡ് ബൈ c. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? ഇനി ബേസിക് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് പോലും നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഏടിയും കൺഫ്യൂഷൻ വരണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ a ബൈ c - b ബൈ c. അപ്പോൾ ഈ x-1 ഡിവൈഡഡ് ബൈ x-1 ഹോൾ ക്യൂബ് -2 ഡിവൈഡഡ് ബൈ x-1 ഹോൾ ക്യൂബ്. അപ്പോൾ ഈ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താ? എളുപ്പമില്ല ഫ്രാക്ഷനായിട്ട് അല്ല എളുപ്പമില്ല ഇൻ്റഗ്രലായിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്താണ് x-1 എടുത്തൊരു x-1 ക്യൂബ് ക്യാൻസൽ ഇവിടെ സ്ക്വയർ ബാക്കിയായി. അപ്പോൾ എന്താണ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സിൻ്റെ 1 ബൈ x-1 ഹോൾ സ്ക്വയർ -2 ബൈ x-1 ഹോൾ ക്യൂബ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിയില്ല. ഇനി എന്താ ചെയ്യുക? ഇനി എന്താണ് ഈ പറഞ്ഞ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ x-1 ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുമോ? -2 ഡിവൈഡ് ബൈ x-1 ഹോൾ ക്യൂബ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണ് വരുന്നത്? ഞാൻ കാണിച്ചു തരാം. ഈ x-1 ഹോൾ സ്ക്വയറിൻ്റെ മുകളിലേക്ക് എടുക്കുക. അപ്പോൾ എന്ത് വരും? x-1 ഹോൾ റൈസ് ടു -2. ഇതിൻ്റെ ഡി ബൈ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് അപ്പോൾ എന്താ പവർ റൂള് -2 ഇൻറ്റു എന്താണ് x-1 റൈസ് ടു -2 -1. കാരണം എന്താണ് -n -1 അല്ല. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് -2 ഇൻറ്റു -2 -3 എത്ര? -2 -1 എത്ര? -3. അപ്പോൾ x റൈസ് ടു -3. അപ്പോൾ -2 ഇൻറ്റു എന്താണ് x-1 ഹോൾ റൈസ് ടു -3 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ x-1 ഹോൾ ക്യൂബ്. അപ്പോൾ എന്താ ഇതാ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് എന്താണ് -2 ഡിവൈഡ് ബൈ x-1 ഹോൾ ക്യൂബ്. അപ്പോൾ ഇത് നോക്കി നോക്ക്, ഇത് എഫ് ഓഫ് എക്സും പിന്നെ ഇത് കണ്ട -2 ബൈ അതേ സാധനം ഇല്ല, ഇതിൻ്റെ ഡെറിവേറ്റീവിലോട് ഇവിടെ കിടക്കുന്നത് -2 ഡിവൈഡ് ബൈ x-1 ഹോൾ ക്യൂബ്. അപ്പോൾ ഇതെന്താ ഫോർമാറ്റിലല്ലേ ഇത്? അതായത് എഫ് ഓഫ് എക്സ് ഉണ്ട്, എഫ് ഓഫ് എക്സിൻ്റെ തൊട്ട് എന്താണ് അതിൻ്റെ സൈഡിലായിട്ട് f' ഉണ്ട്, പിന്നെ ഒരു ഇ റൈസ് ടു എക്സ് ഉണ്ട്. ഇത് ആക്ച്വലി ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻ്റഗ്രലാണ്. അതായത് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എന്താണ് ഒരു ബ്രാക്കറ്റിൽ എഫ് ഓഫ് എക്സ് പ്ലസ്, കാരണം എന്താ ഇതിപ്പോൾ എന്താണ് ഒരു പ്ലസ് എന്തായിട്ട് പരിഗണിക്കാം x-1 ഹോൾ സ്ക്വയർ പ്ലസ് ആണ് -2 ഡിവൈഡ് ബൈ x-1 ഹോൾ ക്യൂബ്. ഇതിപ്പോൾ ഏത് ഫോർമാറ്റിൽ? ഇത് എഫ് ഓഫ് എക്സ് പ്ലസ് എന്താണ് ഇത് ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ല, അപ്പോൾ f' ഓഫ് എക്സ്. അപ്പോൾ എന്താ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് f' ഓഫ്, അപ്പോൾ എന്താണ് ഫംഗ്ഷൻ പ്ലസ് ഇറ്റ്സ് ഡെറിവേറ്റീവ് ഡി എക്സ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റഗ്രൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് വരുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റിയിട്ട് എഴുതുക. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സിൻ്റെ എഫ് ഓഫ് എക്സ്, അതായത് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോൾ എന്താ ഐ ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്, അതായത് ഇ റൈസ് ടു എക്സിൻ്റെ എഫ് ഓഫ് എക്സ് എത്രയാണ് ഇവിടെ? 1 ബൈ എന്താണ് x-1 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താ ഈക്വൽ ടു ഇ റൈസ് ടു എക്സിന് 1 ഇ റൈസ് ടു എക്സ് ഡിവൈഡ് ബൈ x-1 ഹോൾ സ്ക്വയർ. അപ്പോൾ ആക്ച്വലി ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫോമാണ്. അപ്പോൾ ഇ റൈസ് ടു എക്സിൻ്റെ എഫ് ഓഫ് എക്സ് പ്ലസ് f' ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സിൻ്റെ എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് ഈ പാർട്ടിനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്താൽ ഇത് ഇൻറ്റു എഴുതി കഴിഞ്ഞിട്ട് ആൻസർ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് എന്താണ് മറ്റേ പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് അല്ല ബൈ പാർട്സ് മെത്തേഡ് വെച്ചിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻസ് ഒക്കെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആൻസർ ഡയറക്റ്റ് ഇങ്ങനെ കിട്ടും. എന്താണ് ഇ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ x-1 ഹോൾ സ്ക്വയർ പ്ലസ് സി. അപ്പോൾ എന്ത് ഈ ഒരു ഫോർമാറ്റ് ആലോചിക്കുക, ഇ റൈസ് ടു എക്സിൻ്റെ എഫ് ഓഫ് എക്സ് പ്ലസ് f' ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സിൻ്റെ എഫ് ഓഫ് എക്സ്. ഇത് ആക്ച്വലി എന്താണ് നിങ്ങൾ അധികം ചിലപ്പോൾ കണ്ട് പരിചയമില്ലാത്തൊരു ക്വസ്റ്റൻ ആയിരിക്കും. ഇതൊക്കെ പൊതുവെ എൻട്രൻസിനെല്ലാം വരുന്ന ടൈപ്പ് ക്വസ്റ്റൻസ് ആയത്, അതിൻ്റെ ഒരു ബേസ് ലെവൽ ക്വസ്റ്റൻ. അതപ്പോൾ എന്ത് ചെയ്യുക, ഇതാണ് ഇതിൻ്റെ ആൻസർ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി എന്ത് ചെയ്യുക, നമുക്ക് പാർട്ട് 13 ഇനിയുള്ള ക്വസ്റ്റൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാം.